ഹേ ഗൈസ്, നമുക്കിന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. വാവിന്റെ 3 പ്രൊഡക്റ്റാണ് നമുക്ക് വന്നത്. ഒരു നൈറ്റ് ക്രീം, ഒരു ഡേ ക്രീം, പിന്നെ അതുപോലെ ഒരു ആന്റി ഹെയർ ഫോൾ ഷാംപൂ. ബേസിക്കലി ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ല, പക്ഷെ ഇത് ഓഫറിൽ കിട്ടിയപ്പോഴേക്കും ഭയങ്കര അഫോർഡബിൾ ആണെന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് ഒരു ഫേസ് വാഷും അതുപോലെ ഹെയർ ഫോൾ ഷാംപൂ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ടോ എന്ന് വെച്ചാൽ ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാകും. ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ PRP തന്നെയാണ്. പിന്നെ ഷാംപൂ ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ നമ്മൾ ഷാംപൂ ചൂസ് ചെയ്യുമ്പോൾ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് അധികം പതയായി കഴിഞ്ഞാലും മുടി പെട്ടെന്ന് കൊഴിയാൻ ചാൻസ് ഉണ്ട്. ആന്റി ഹെയർ ഫോൾ ഷാംപൂ എന്ന് പറയുമെങ്കിലും ഹെയർ ഫോൾ ഒക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഹെയർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണല്ലോ ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾ ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാം. എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ട്, പക്ഷേ നമുക്ക് PRP എടുക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് PRPയിലോട്ടൊക്കെ പോവാത്തത്. നിങ്ങൾക്ക് മാക്സിമം PRP ചെയ്യാൻ പറ്റുമെങ്കിൽ PRP ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിലും അപ്ഗ്രേഡഡ് വേർഷൻ ആണ് GFC. അപ്പൊ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്.